ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താ രാവിലെ തന്നെ തുടയായിട്ട് വന്നിരിക്കുന്നത്? ഇന്ന് തുടയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എല്ലായിടവും ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ രാവിലെ എഴുന്നേറ്റ്. ഈ വീഡിയോ നമ്മുടെ കർക്കിടകം 1-ാം തീയതിയില്ലേ, അന്ന് മുഹറവും കൂടെ ആയിരുന്നു. അപ്പോൾ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് തലേദിവസം എല്ലായിടവും തൂത്ത് വൃത്തിയാക്കിയായിരുന്നു കേട്ടോ. തൂത്ത് തുടച്ചൊക്കെ ഇട്ടായിരുന്നു. എങ്കിലും രാവിലെ എഴുന്നേറ്റ് ഒന്നും കൂടെ ഒന്ന് തൂത്ത് തുടച്ചു കേട്ടോ. 1-ാം തീയതിയല്ലേ, അപ്പോൾ നമുക്കൊന്ന് രാവിലെ ഇങ്ങനെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി വിളക്കൊക്കെ കത്തിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായ ഇടാൻ കയറി കേട്ടോ. രാജേഷൻ അപ്പോഴത്തേക്ക് എഴുന്നേറ്റ് വന്നു. അപ്പം ഇന്ന് എന്തായാലും എനിക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ. 1-ാം തീയതി ദിവസം വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കത്തിക്കും. പിന്നെ അമ്പലത്തിൽ പോകും. അത് കുഞ്ഞുനാൾ തൊട്ടേ ശീലിച്ചാണ് കേട്ടോ. എനിക്ക് കർക്കിടകം എന്നൊക്കെ പറയുന്ന ഭയങ്കര നൊസ്റ്റുമാണ് കേട്ടോ. സത്യം പറയാലോ, എൻ്റെ കുട്ടിക്കാലത്ത് കർക്കിടക മാസമൊക്കെ നല്ല രസമായിരുന്നു. ഇതുപോലെ അമ്മ വീടിനകം ഒക്കെ തൂത്ത് വൃത്തിയാക്കലും അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കണ്ണൻകുട്ടനും പൊന്നുകുട്ടിയും എഴുന്നേറ്റ് വരുന്നുണ്ട്. അതിനുശേഷം ഞാൻ എന്തായാലും വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയി. ഞാനും രാജേഷണ്ണനും കൂടെ അമ്പലത്തിൽ പോയേ. കുഞ്ഞുങ്ങൾ വന്നില്ല. കുഞ്ഞുങ്ങളെ ഞങ്ങൾ വീട്ടിൽ നിർത്തിയിട്ട് പെട്ടെന്ന് പോയിട്ട് ചേർത്തല അമ്പലത്തിൽ പോയി തൊഴുതു കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ കാര്യം പറയട്ടെ. കർക്കിടക സമയത്ത് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കും ആ സമയമാകുമ്പോൾ. പിന്നെ രാമായണം, എൻ്റെ അപ്പൂപ്പൻ രാമായണം വായിക്കുമായിരുന്നു കേട്ടോ. അയ്യോ എന്ത് രസമായിരുന്നു സത്യം പറഞ്ഞാൽ. അന്നൊന്നും അത്രയും നമ്മൾ ആസ്വദിച്ചിട്ടില്ല. ഞാൻ ഇവിടെ പൊന്നുവിനോട് പറയും, പൊന്നു എൻ്റെയൊക്കെ കുഞ്ഞിലെ ഇങ്ങനെ രാമായണം കർക്കിടക സമയത്ത് രാമായണം ഇങ്ങനെ ഗണപതിക്കൊക്കെ ഒരുക്കി വെക്കുവേ. കർക്കിടക 1-ാം തീയതി തന്നെ ഗണപതിക്കൊക്കെ ഒരുക്കി വെച്ചിട്ട് അപ്പൂപ്പൻ രാമായണം ഇങ്ങനെ പൂജിച്ചിട്ട് രാമായണമൊക്കെ വായിക്കും കേട്ടോ. എന്ത് രസമായിരുന്നെന്ന് അറിയാവോന്ന്. പിന്നെ ലാസ്റ്റ് ദിവസം നമ്മൾ ഈ വാവിന് ഇങ്ങനെ വിളക്കത്ത് വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മൾ മരിച്ചവർക്ക് ഇങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ വിളക്കത്ത് വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ എനിക്ക് ഭയങ്കര ആഘോഷമാണ് ആ സമയമൊക്കെ. നമ്മുടെ വീട്ടിലെ നല്ല രസമായിരിക്കും ഇങ്ങനെ രാമായണം വായിക്കുന്ന സമയത്ത് അപ്പൂപ്പൻ്റെ അടുത്തിരുന്ന് ഈ രാമായണം കേൾക്കും. അന്നൊന്നും നമ്മൾ അത്രയും ആസ്വദിച്ചിട്ടില്ല, കാരണം കൊച്ചുകുട്ടിയല്ലേ. പക്ഷെ ഇന്നൊക്കെ ഞാനത് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ മഴയാണ്, പക്ഷെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് മഴയില്ലായിരുന്നു കേട്ടോ. ഇറങ്ങാൻ നേരത്ത് ഒട്ടും മഴയൊന്നും ഇല്ലായിരുന്നു. ഇറങ്ങി അങ്ങോട്ട് കുറച്ച് നീങ്ങിയപ്പോൾ മഴ വന്നു. പിന്നെ നമ്മൾ റോഡിൽ നിന്ന് തന്നെ റെയിൻകോട്ടൊക്കെ വലിച്ചു കയറ്റി ഇട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ അമ്പലത്തിൽ വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ 1-ാം തീയതി ദിവസങ്ങളും ഇതുപോലെ നല്ല ദിവസങ്ങൾ അമ്പലത്തിൽ പോകാനൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാനും രാജേഷനും കൂടാണ് കേട്ടോ വരുന്നത്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ കർക്കിടകത്തിൽ എൻ്റെ വീട്ടിൽ കഞ്ഞി ഉണ്ടാക്കുമായിരുന്നു. ഔഷധ കഞ്ഞി ഉണ്ടല്ലോ, കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞാൽ. അത് പാക്കറ്റൊന്നും വാങ്ങിച്ചൊന്നും അല്ല. എൻ്റെ അമ്മയും അമ്മൂമ്മയും ഇങ്ങനെ തൊടിയിലൊക്കെ പോയി ഇങ്ങനെ പറമ്പ് തൊടി, പണ്ട് കാലത്ത് തൊടി എന്നൊക്കെ പറയാമായിരുന്നു. അവിടെയൊക്കെ പോയി ഇങ്ങനെ ആയുർവേദം ഇലകളുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വൃത്തിയാക്കി എന്തൊക്കെയൊക്കെയോ ചെയ്ത് കഞ്ഞി തരുമായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ അന്ന് കുഞ്ഞായിരുന്നുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ കഴിക്കാനൊന്നും. കാരണം നമ്മൾ ഇപ്പോൾ പൊന്നൂൻ്റെയൊക്കെ പ്രായമല്ലേ. പൊന്നൂനിപ്പോൾ അത് കൊടുത്ത് ചിലപ്പോൾ പൊന്നൂന് ഇഷ്ടപ്പെടണമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പം ഞാൻ ഇതെല്ലാം മിസ് ചെയ്യുകയാണ് കേട്ടോ. കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു. വീട്ടിൽ ഇങ്ങനെ താളുകറിയൊക്കെ വെക്കുമായിരുന്നു കേട്ടോ. അതിപ്പം ഞങ്ങൾ ഇവിടെയും വെക്കാറുണ്ട് താളുകറി. എന്തൊക്കെയൊക്കെയോ പ്രത്യേകതരം കറികളാണ് ആ സമയങ്ങളിൽ. ഈ ചിക്കനും മീനൊക്കെ മാക്സിമം ഒഴിവാക്കും. ഇങ്ങനെ ആയുർവേദ അരിഷ്ടമൊക്കെ കുടിക്കുമായിരുന്നു അമ്മൂമ്മയൊക്കെ. നമുക്കൊന്നും തരത്തില്ല, അവരിങ്ങനെ പ്രായമുള്ളവരെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ഭയങ്കര മഴയും തണുപ്പും ഒക്കെ ഉള്ളൊരു സമയമല്ലേ. അപ്പോൾ ഈ അമ്പലത്തിലൊക്കെ തൊഴുത് എന്തോ ഭയങ്കര മഴയായതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടി കേട്ടോ. അങ്ങോട്ടൊന്നും പോയില്ല, അമ്പലത്തിൻ്റെ കുറച്ച് അങ്ങോട്ട് മാറിയൊന്നും പോയില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ തൊഴുതു. പിന്നെ രാജേഷൻ ഇന്ന് ഓഫീസിൽ പോകണമായിരുന്നു, അവധിയാണെങ്കിലും ഇന്ന് ജോലിക്കൊക്കെ പോകണമായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടല്ലേ വന്നത്. അവർ രണ്ടുപേരും ടി വിയും കണ്ടിരിക്കും കേട്ടോ. പേടിയൊന്നുമില്ല. പിന്നെ ഫോൺ അവിടെ വെച്ചേക്കും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് നീട്ടി വലിച്ചൊന്നും ഞാൻ വീഡിയോ കാണിക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ചോറൊന്നും വെച്ചില്ലായിരുന്നു. രാവിലെ തൂപ്പും തുടയും വിളക്ക് കത്തിക്കുന്നതിൻ്റെയൊക്കെ തിരക്ക് കാരണം ഞാൻ ചോറ് വെച്ചില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാവുണ്ടായിരുന്നു. അപ്പോൾ ദോശ ഉണ്ടാക്കി. പിന്നെ മുളക് ചട്നിയാണ് കേട്ടോ. മുളക് ചട്നിയല്ല, തക്കാളി ചട്നിയാണ്
കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വലിയ നീട്ടി വലിച്ചുള്ള വീഡിയോ ഒന്നുമില്ല. നീട്ടി വലിച്ചുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്ത് ഇരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും വീഡിയോസൊക്കെ മിസ് ചെയ്യാതെ കാണണം. മിസ് ചെയ്യാതെ കാണുമ്പോഴാണ് എന്താണ് ആ ഒരു ഇത് ആ വിശേഷം എന്താണെന്ന് നിങ്ങൾ അറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനി അങ്ങോട്ട് വരാം കേട്ടോ. കുറച്ച് സമയം എടുക്കും, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇച്ചിരി തിരക്കാണ്. നമ്മുടെ ഈ മഴ ഞങ്ങളെ ഒന്ന് പെടുത്തിയിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.